അപ്പൊ തുടങ്ങാം. അപ്പോൾ ഈശാവാസ്യ ഉപനിഷത്തിന്റെ 2ാമത്തെ പേജ് വരെ നമ്മൾ സംസാരിച്ചു. ഭാഷ്യത്തിൽ വന്നത് ഈശാവാസ്യം ഇത്യാദി മന്ത്രാഹ കർമ്മസു അവിനിയുക്താസ്. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീഥ മാ ഗൃഹ കൽസശുദ്ധനം. ഈ മന്ത്രം കർമ്മശേഷമാണെന്ന് പൂർവപക്ഷി പറയുന്നു. കർമ്മശേഷമായതുകൊണ്ട് തന്നെ കർമ്മത്തെ നിരൂപണം നടത്തുന്ന പൂർവമീമാംസാ സിദ്ധാന്തത്തിലൂടെ ഈ മന്ത്രവും നിരൂപിക്കപ്പെട്ടിരിക്കുന്നു എന്നിരിക്കെ ഇനി ഇതിനെ നിരൂപണം നടത്താനായിട്ട് മറ്റൊരു ഗ്രന്ഥരചന ആവശ്യമില്ല എന്നുള്ളതാണ് പൂർവപക്ഷിയുടെ ആക്ഷേപം. ഇതിനെയാണ് നിരാകരിച്ചത്. ഈ മന്ത്രം കർമ്മത്തിൽ വിനിയോഗം ചെയ്യപ്പെടുന്നില്ല. കർമ്മസു അവിനിയുക്താഹ വിനിയുക്താഹ ഇതി അവിനിയുക്താഹ. കർമ്മത്തിൽ വിനിയോഗം ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതർത്ഥം കർമ്മസംബന്ധിയായിക്കൊണ്ട്, അതായത് വിനിയോഗ വിധി എന്നുള്ളത് അംഗിഭാവ ബോധക വിധിയാണ് വിനിയോഗ വിധി. ആ വിനിയോഗ വിധി പോലും ശ്രുതിലിംഗവാക്യ പ്രകരണ സ്ഥാന സമാഖ്യ എന്നീ 6 പ്രമാണങ്ങളെ ആശ്രയിച്ചു കൊണ്ടാണ് കാര്യസിദ്ധി നടത്തുന്നത്. ഇപ്രകാരം അന്യ പ്രമാണത്തെ ആശ്രയിച്ചുകൊണ്ട് വിനിയോഗ വിധി അംഗിഭാവത്തെ ബോധിപ്പിക്കാറുണ്ട്. എന്താണ് വന്നത്? ടീക്കയില് 4ാം പങ്ക്തി മുതൽക്ക് കണ്ടു തുടങ്ങിയോ. ഇഷയത്വേദി ശാഖാഞ്ചിനത്തി ഇത്യാദിവത് വിനിയോജക പ്രമാണ അദർശനാത്. നമ്മൾ ഇന്നലെ ദൃഷ്ടാന്തം പറഞ്ഞതാണിത്. ഇഷയത്വ, ഊർജത്വ എന്നീ മന്ത്രങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇവയുടെ ഉപയോഗം എവിടെയാണെന്ന് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതിനുശേഷം ഇത് മന്ത്രഭാഗത്താണ് വരുന്നത്. ഇതിന്റെ ബ്രാഹ്മണ ഭാഗം നോക്കുന്ന സമയത്ത് ഇഷയത്വേദി ശാഖാഞ്ചിനത്തി എന്ന് മന്ത്രം തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു മന്ത്രം നിലനിൽക്കുന്നത് കൊണ്ട് പൂർവ്വത്തിലുണ്ടായിരുന്ന ഇഷയത്വ എന്നുള്ള ഭാഗം എവിടത്തേക്ക് ഉപയോഗിക്കും? ശാഖാചേതന സ്ഥലത്തേക്ക് ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കാം. അന്നപ്പോൾ ഇഷയത്വ എന്നുള്ള മന്ത്രത്തെ ശാഖാചേതനത്തിന്റെ അംഗമായിട്ട് സിദ്ധിക്കാൻ വേണ്ടിയിട്ട് വിനിയോജക പ്രമാണം, അംഗിഭാവ ബോധക പ്രമാണമായിരിക്കുന്ന വിനിയോജക പ്രമാണം അതിന്റെ സഹകാരിയായിരിക്കുന്ന ശ്രുതിലിംഗവാക്യ പ്രകരണ സ്ഥാനങ്ങളിൽ ശ്രുതിയെ, വാക്യത്തെ അല്ല കേട്ടോ, ഞാൻ ഇന്നലെ ഞാൻ വാക്യത്തെയും കൊണ്ടുവരായിരുന്നു, പക്ഷെ വാക്യത്തിന്റെ ആവശ്യമില്ല, ശ്രുതി തന്നെ നിൽക്കട്ടെ. കാരണം മുന്നോട്ടേക്ക് ശ്രൗത വിനിയോഗ ഭാവേവി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുന്നോട്ടേക്ക് ബ്രാഹ്മണ ഭാഗത്ത് ശ്രുതി കാണുന്നുണ്ടല്ലോ, വിഷയത്വാദി ശാഖാഞ്ചിനത്തി. ഇപ്രകാരം ഇവിടെ എന്താണ്? ശ്രുതി തന്നെ 3 ആവും. വിധാത്രി, അഭിധാത്രി, വിനിയോക്ത്രി. അപ്പം വിധാത്രി എന്നുള്ളത് ലിംഗാദി ബോധക വാക്യം നിലനിൽക്കുമ്പോഴാണ്. ഇവിടെ ഇപ്പോൾ വിഷയത്വതി ശാഖാഞ്ചിനത്തി എന്നുള്ളത് ലെട്ടാണെങ്കിലും അത് ലേട്ടായി കൽപ്പിക്കും. അതുവഴി ശ്രുതി എന്നുള്ള വിനിയോജക പ്രമാണത്തിന്റെ സഹകാരി പ്രമാണം, അതായത് അംഗിഭാവം, മന്ത്രത്തിന് ഈ മന്ത്രം ഇന്ന കർമ്മത്തിന്റെ അംഗമാണ് എന്ന് ബോധിപ്പിക്കാനായിട്ട് അംഗിഭാവബോധകമായിരിക്കുന്ന പ്രമാണമാണ് വിനിയോജക പ്രമാണം. ആ വിനിയോജക പ്രമാണം പോലും അന്യ 6 പ്രമാണങ്ങളിലെ ഏതെങ്കിലും ഒന്നിനെ ആശ്രയിച്ചാണ് അംഗിഭാവത്തെ ബോധിപ്പിക്കുക. ഇവിടെ നോക്കേണ്ടത് ഇഷയത്വ, ഊർജത്വ എന്നീ മന്ത്രങ്ങളില് ഇഷയത്വ എന്നുള്ള മന്ത്രം എവിടെ പ്രയോഗിക്കുമെന്നുള്ളതാണ്. ഇത് ഏതിന്റെ അംഗമായിട്ട് പ്രയോഗിക്കാൻ പറ്റും? ഈ ഒരു ശങ്ക വരുന്നത് മന്ത്രഭാഗത്താണ്. ഇതിന്റെ ബ്രാഹ്മണ ഭാഗം നോക്കുന്ന സമയത്ത് അവിടെ കാണുന്നുണ്ട് ഇഷയത്വതി ശാഖാഞ്ചിനത്തി എന്ന് മന്ത്രം തന്നെ കാണുന്നുണ്ട്. ഇപ്രകാരം മന്ത്രം എന്നുള്ള മന്ത്രം അതായത് നിരപേക്ഷോരവഹ ശ്രുതി എന്നാണ് ശ്രുതിയെ കുറിച്ച് പറയുക. എവിടെ? വിനിയോജക പ്രമാണത്തിന്റെ അംഗങ്ങളായിരിക്കുന്ന ശ്രുതിലിംഗവാക്യ പ്രകരണ സ്ഥാന സമാഖ്യ സ്ഥലത്തെ ശ്രുതിക്ക് അർത്ഥമാണ് നിരപേക്ഷോരവഹ ശ്രുതി. എല്ലാ സ്ഥലത്തും അല്ല കേട്ടോ. നിങ്ങൾ പൂർവമീമാംസയിലേക്ക് കയറി കഴിഞ്ഞാല് വിനിയോഗ വിധിക്ക് ശേഷം എന്താണ് പ്രാശുഭാവ ബോധക വിധിയായിരിക്കുന്ന പ്രയോഗ വിധിയും സമാനമായിട്ട് 6 പ്രമാണത്തെ ആശ്രയിച്ചിട്ടാണ് കാര്യസിദ്ധി നടത്തുക. അവിടെ ശ്രുതിക്ക് അർത്ഥം ക്രമം എന്നാക്കി മാറ്റി. ശരി, അങ്ങനെ വ്യത്യാസം. എല്ലാ സ്ഥലത്തും ശ്രുതിക്ക് ഒരേ അർത്ഥമൊന്നല്ല. ഇത് പൂർവമീമാംസകന്മാര് ശാസ്ത്രശാഖയാണല്ലോ, അവര് സിദ്ധിച്ചിരിക്കുന്ന രീതികളാണ്, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ടെർമിനോളജി. അത് വെച്ചിട്ടാണ് നമ്മൾക്ക് ഈ കാര്യത്തെ നിർണയിക്കേണ്ടത്. അപ്പോൾ ശ്രുതി എന്നുള്ള മറ്റൊരു സഹകാരി പ്രമാണം ഉള്ളത് കൊണ്ട് നിരപേക്ഷോരവഹ ശ്രുതി, അതായത് ശ്രുതിക്ക് ശേഷം ലിംഗം, വാക്യം, പ്രകടന സ്ഥാനം, സമാഖ്യ ഇവയെ ഒന്നും ആശ്രയിക്കാതെ, പിറകിൽ വരുന്ന 5നെ ആശ്രയിക്കാതെ ശ്രുതി
നേരിട്ട് കാര്യസിദ്ധിച്ചുകൊള്ളൂ. അതുകൊണ്ടാണ് നിരപേക്ഷമായിരിക്കുന്ന ശബ്ദമാണ് ശ്രുതി എന്ന് പറഞ്ഞത്. ഈ ശ്രുതി പ്രമാണം ആണ് ഏത്? ഇഷയത്വതി ശാഖാൻ ചിനത്തി എന്നുള്ളത്. അതുവഴി നമ്മൾക്ക് ഇഷയത്വ എന്ന് മാത്രം കാണുന്ന ആ ഭാഗത്തിനെ ശാഖാഛേദനത്തിന്റെ അംഗമായിട്ട് സിദ്ധിക്കാൻ പറ്റും. എന്നാൽ നിങ്ങളുടെ ഈശാവാസ്യം ഇത്യാദി മന്ത്രങ്ങളെ മറ്റൊരു കർമ്മത്തിന്റെയും അംഗമായിട്ട് സിദ്ധിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കർമ്മശേഷത ഈശാവാസ്യം ഇത്യാദി മന്ത്രങ്ങൾക്കില്ല. കർമ്മശേഷത ഇല്ല എന്നുള്ളത് കൊണ്ട് പൂർവമീമാംസ സിദ്ധാന്തത്തിലൂടെ ഈശാവാസ്യം ഇത്യാദി മന്ത്രങ്ങളുടെ നിരൂപണം നടന്നിട്ടില്ല. നടക്കാത്തത് കൊണ്ട് തന്നെ ഇനി ഇപ്പോൾ അദ്വിതീയ ബ്രഹ്മബോധകങ്ങളായിരിക്കുന്ന ഈശാവാസ്യം ഇത്യാദി മന്ത്രങ്ങളുടെ നിരൂപണം ആവശ്യമുണ്ട്. ഇത് ഇത്രയും ഭാഗം നമ്മൾ 4ാമത്തെ ടീകാ പങ്ക്തിയിലൂടെ പറഞ്ഞു കഴിഞ്ഞു. ഇഷയത്വേദി ശാഖാൻ ചിനത്തി ഇത്യാദി വാത്. ഇത് ശരിയാണ്, ഇഷയത്വേദി ശാഖാൻ ചിനത്തി എന്നുള്ള സ്ഥലത്ത് വിനിയോജക പ്രമാണം ഉണ്ട്. അതുപോലെ ഇവിടെ ഇല്ലെന്നാ പറയുന്നത്. വിനിയോജക പ്രമാണം അദർശനാത്. എവിടെ? ഈശാവാസ്യം എന്നുള്ള സ്ഥലത്ത് വിനിയോജക പ്രമാണം കാണുന്നില്ല. ഇത് വ്യതിരേക ദൃഷ്ടാന്തമാണ് കൊടുക്കുന്നത്. ദൃഷ്ടാന്തം ചിലപ്പോൾ അന്വയമായിരിക്കും, ചിലപ്പോൾ വ്യതിരേകമായിരിക്കും. നമ്മൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നൈയായികന്റെ ടെർമിനോളജി ആവശ്യമാണ്. കുറച്ച് കഴിയുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇത് മെല്ലെ മെല്ലെ പിടികിട്ടി തുടങ്ങും. അതായത് ഈ ഗ്രന്ഥം ഈശാവാസ്യം തുടക്കത്തിലല്ലേ അങ്ങ് മനസ്സിലാക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെയൊന്നും മനസ്സിലാവില്ല. ഇതിന്റെ ചുറ്റുവട്ടം നന്നായിട്ട് മനസ്സിലാക്കിയെടുത്തെങ്കിൽ മാത്രമേ ഇതിന്റെ ആരംഭം പോലും മനസ്സിലാവത്തുള്ളൂ. അതിപ്പോ എല്ലാ ഗ്രന്ഥത്തിനും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കാൻ അല്ലാതെ വേറെ മാർഗമില്ലതാണ്. ഒരു കാരണം പറയും. രണ്ടാമത്തത് പറയാണ് പ്രകരണാന്തരത്വാച്ച. ഇത് ഈ മന്ത്രം വരുന്നത് കർമ്മപ്രകരണത്തിലല്ല. കർമ്മപ്രകരണം അവസാനിച്ച ശേഷമാണ് ഈശാവാസ്യം എന്നുള്ള മന്ത്രം വരുന്നത്. ഇത് ജ്ഞാനപ്രകരണത്തിലാണ്. അതുകൊണ്ട് പ്രകരണം ഭിന്നമായ സ്ഥിതിക്ക് കർമ്മത്തിന് ഉതകുന്നതല്ല ഈ മന്ത്രങ്ങൾ. ഇനി അടുത്ത ഘട്ടം പിടിക്കുകയാണ്. ടീക്കയിലാണ്. ഇനി നമ്മൾ തുടങ്ങുകയാണ്. ശ്രൗത വിനിയോഗ അഭാവേപി ബർഹിർ ദേവസദനം ദാമി ഇത്യസ്യ ബർഹിലവന പ്രകാശന സാമർഥ്യാത് ബർഹിലവനെ യഥാ വിനിയോഗസ് തഥാ കർമ്മശേഷ ആത്മപ്രകാശന സാമർഥ്യേന കർമ്മസു ഏഷാം വിനിയോഗ ഇത്യപി. ഇത്രയും ഭാഗം പൂർവപക്ഷിയുടേതാണ്. ഇതീവരെ ഇതി അതി ന ആശങ്കനീയം എന്നും നിങ്ങൾ ആശങ്ക നടത്തേണ്ടതില്ല എന്ന് പൂർവപക്ഷ അഭിപ്രായത്തെ സിദ്ധാന്തി ഖണ്ഡിക്കുകയാണ്. ഇത് വിദ്വാൻമാർ തമ്മിലുള്ള ഫൈറ്റിംഗ് ആണ്. നമ്മൾക്ക് ഈ ലോകത്ത് ഗുരുക്കന്മാരിൽ നിന്ന് ഒരു മന്ത്രം തന്ന് വിടുകയാണ്. ആ സ്ഥലമല്ല, ആ ഭൂമികയിലല്ല നിങ്ങൾ ഇത് ചിന്തിക്കുന്നേരം നിങ്ങൾ ആ ഭൂമികയിലൊന്നും നിന്നേക്കരുത്. നിങ്ങളും ഇത് പാഠനത്തിന്റെ മേഖലയിലേക്ക് കയറി വന്നിട്ട് അവര് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിന്നേ പറ്റത്തുള്ളൂ. അല്ലാതെ അതിൻ്റെ ഇടയിൽ വേറെ ഒരു കാര്യവും ചിന്തിച്ചേക്കരുത്. ഇതല്ലല്ലോ എന്റെ ഗുരു, ഇതൊന്നും പഠിക്കാതെ ജ്ഞാനിയായിട്ടില്ലേ എന്നൊരു ചോദ്യം ഇവിടെ കൊണ്ടുവരരുത്. ശ്രൗത വിനിയോഗ അഭാവേദി എന്ന് പറയുന്നർത്ഥം ഇഷയത്വ ശാഖാൻ ചിനത്തി എന്നുള്ള സ്ഥലത്ത് ശ്രുതി പ്രമാണത്തെ ആശ്രയിച്ചും കൊണ്ട് നമ്മൾ അംഗാംഗിഭാവ ബോധനം നടത്തിയില്ലേ? ഇങ്ങനെ ഒരു വിനിയോഗം ഈശാവാസ്യം ഇത്യാദി മന്ത്രങ്ങൾക്ക് ഇല്ലെങ്കിൽ പോലും വേണ്ട. ഞങ്ങള് എന്താ വരുന്നത്? അംഗാംഗിബോധക വിധിയാണ് വിനിയോഗ വിധി. ആ വിനിയോഗ വിധിയും ഏതിനെ ആശ്രയിക്കുന്നുണ്ട്? ശ്രുതി, ലിംഗം, വാക്യം, പ്രകരണം, സ്ഥാന, സമാഖ്യ എന്നുള്ള മറ്റ് 6 പ്രമാണങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തെ ശ്രുതി എന്നുള്ള സഹകാരി പ്രമാണം വിനിയോഗ വിധിക്ക് ഇല്ലെങ്കിൽ പോട്ടെ. പക്ഷേ അതിനുശേഷം എന്തുണ്ട്? ലിംഗം എന്ന് പറഞ്ഞാൽ ശബ്ദ സാമർഥ്യം ലിംഗം എന്ന സാമർഥ്യം സർവശബ്ദാന ലിംഗമിത്യവിധീയതേ എന്ന് പൂർവമീമാംസയിൽ കാണാം. അതായത് അവിടെയുള്ള ശബ്ദത്തിന്റെ അർത്ഥനിർണയം നടത്തി കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് എവിടത്തേക്കാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. ആ രീതിയിൽ ഈശാവാസ്യ മന്ത്രത്തിന് കർമ്മശേഷത ഉണ്ടല്ലോ. അതായത് വിനിയോജക പ്രമാണം ലിംഗം എന്നുള്ള പ്രമാണത്തെ ആശ്രയിച്ചും കൊണ്ട് ഈശാവാസ്യം എന്നുള്ള മന്ത്രത്തിന് കർമ്മശേഷത എന്തുകൊണ്ട് പറയത്തില്ല എന്നാണ് ചോദ്യം. ശ്രൗത വിനിയോഗ അഭാവേപി, ശ്രുതി എന്നുള്ള പ്രമാണത്തെ ആശ്രയിച്ചിട്ട് വിനിയോജക വിധി ഈശാവാസ്യം എന്നുള്ള മന്ത്രത്തിന് കർമ്മശേഷത പറയുന്നില്ലെങ്കിൽ പോലും, ഇതാണ് ശ്രൗത വിനിയോഗം ഇല്ലെങ്കിൽ പോലും എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി അടുത്തൊരു ദൃഷ്ടാന്തം പറയാണ്. എന്തിലേക്ക് പോകേണ്ടിയിട്ടാണ്?
ലിംഗം എന്നുള്ള സഹകാരി പ്രമാണത്തെ ആശ്രയിച്ചിട്ട് എന്തുകൊണ്ട് വിനിയോജക വിധി ഇവിടെ നടപ്പിലാക്കാൻ പറ്റത്തില്ല? ഏതുപോലെ? ബർഹിർ, ബർഹി എന്ന് പറ കുശ, ദേവസദനം, ദേവനെ, അതായത് ഹവനം നടത്തുന്ന സമയത്ത് ഏത് ദേവതയ്ക്കാണോ നമ്മൾ ഈ ഹവനദ്രവ്യം കൊടുക്കാൻ പോകുന്നത് ആ ദേവതയെ നമ്മൾ ആവാഹിച്ചിരുത്തും. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യും? ആദ്യം യാഗം, പിന്നെ ഹവനം. ഇതെന്താ വ്യത്യാസം? ദേവത ഉദ്ദേശിക്കുന്ന ദ്രവ്യത്യാഗ യാഗ, ദേവതയെ ഉദ്ദേശിച്ചിട്ടുള്ള ദ്രവ്യത്തിന്റെ ത്യാഗമാണ് യാഗം എന്ന് പറയുന്നതർത്ഥം ഇതുവരെ ആ യാഗത്തിലേക്ക് ഉപയോഗിക്കേണ്ട നെയ്യാണെങ്കിലും തൈരാണെങ്കിലും വ്രീഹ്യാദികളാണെങ്കിലും അതെല്ലാം തൻ്റെതാണ്, യജമാനൻ്റെതാണ്. അപ്പൊ യജമാനന് ആ വസ്തുക്കളുമായിട്ട് സ്വത്വബോധം, സ്വസ്വാമിത്വ ബോധം ഉണ്ടാവും. എന്റേതാണ്, ഞാൻ ഇതിന്റെ സ്വാമിയാണ് എന്നുള്ളൊരു ബോധമുണ്ട്. ഈ തൻ്റെ സ്വാമിത്വത്തെ തിരിച്ചും കൊണ്ട് ഈ ദ്രവ്യത്തിന്റെ സ്വാമി ഏത് ദേവതയ്ക്ക് വേണ്ടിയാണോ അർപ്പിക്കുന്നത് ആ ദേവതയാണ് എന്നുള്ള ആഹ്വാനമാണ് യാഗം. ദേവതാവെ ഉദ്ദേശിച്ചും കൊണ്ട് ദ്രവ്യത്തിന്റെ ത്യാഗം എന്ന് പറഞ്ഞാൽ സ്വന്തം സ്വാമിത്വത്തെ ഒഴിവാക്കിയിട്ട് ദേവത ആണ് അതിന്റെ സ്വാമി എന്നുള്ള പ്രഖ്യാപനം. എങ്ങനെ ഉണ്ടാവുന്നത്? ഇതം ഇന്ദ്രായ നമമ, പ്ലസ് ഇത് ഇന്ദ്രന് വേണ്ടിയുള്ളതാകുന്നു. മമ, എന്റേതല്ല, ഇതുവരെ ഉണ്ടായിരുന്ന എന്റെ സ്വത്വത്തെ ത്യജിച്ചും കൊണ്ട് ദേവതാ സ്വത്വത്തെ ആവാദനം നടത്തി കൊടുത്തിരിക്കുകയാണ്. ഇത്രയും കൊണ്ട് എന്തായി? യാഗമായി. അതിനുശേഷം ഈ ദ്രവ്യത്തെ ഹവനം ചെയ്യുമ്പോൾ, ആ അഗ്നിയിലേക്ക് അർപ്പിക്കുമ്പോഴാണ് അത് ഹവനമായി മാറുന്നത്. ഇങ്ങനെയാണ് യാഗവും ഹവനവും തമ്മിൽ വ്യത്യാസം. അല്ലാതെ കുറച്ച് തീയുള്ളത് യാഗവും കൂടുതൽ തീയുള്ളത് ഹവനവും, അഥവാ കുറച്ച് തീയുള്ളത് ഹവനവും കൂടുതൽ തീയുള്ളത് യാഗവുമായിട്ട് മാറുന്നില്ല. അപ്പൊ അവിടത്തേക്ക് ഒരു ദേവതയെ, ഇന്ദ്രാദി ദേവതകളെ, അതായത് വൈദിക യാഗസ്ഥലത്ത് ഇന്ദ്രൻ, അഗ്നി, വായു ഇത്യാദി ദേവതകളാണ് ഉള്ളത്. ആ വിഷ്ണുവാദി ദേവതകളുണ്ട്. വിഷ്ണുവാദി ദേവതാരൂപത്തിലും വരുന്നുണ്ട്, ഈശ്വരകോടിയായിട്ട് മാറും. പൂർവമീമാംസയ്ക്കനുസരിച്ച് ഈശ്വരനില്ല, ശ്രദ്ധിക്കണം. പൂർവമീമാംസയിൽ ഈശ്വരൻ ഇല്ല. എന്നിരുന്നാലും നിങ്ങളുടെ അർത്ഥസംഗ്രഹത്തിന്റെ ടീക്കയിൽ ഈശ്വര ശബ്ദ പ്രയോഗം നടത്തേണ്ട തെറ്റാണ്. ഇതിന് നല്ല ഗ്രന്ഥം എന്നുള്ളത് മാനമേയോദയം എന്നുള്ള ഗ്രന്ഥത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ മുന്നോട്ട് കയറിയാൽ മനസ്സിലാക്കാൻ പറ്റും. അവിടെ പൂർവമീമാംസയിൽ ഈശ്വര സിദ്ധാന്തം ഇല്ല, ദേവത വരികയുള്ളൂ. ഇനി കർമ്മത്തിന്റെ ഫലം ആരാ കൊടുക്കുന്നത്? മന്ത്രത്തിന്റെ സാമർഥ്യമാണ്. ചില അഭിപ്രായത്തിൽ മന്ത്രത്തിൽ നിന്ന് ഭിന്നമായിട്ട് ദേവതയില്ല, എങ്ങനെയുള്ള പല അഭിപ്രായം ഉണ്ട് അവിടെ. ചില ഇടത്ത് ഇല്ല, ദേവതയെ മന്ത്രത്തിൽ ഭിന്നമായിട്ടുണ്ട് എന്നൊക്കെ കാണാം. ആചാര്യഭേദമുണ്ട്. ഇതല്ല എന്ത് വേദാന്തം. വേദാന്തത്തിലോ ദേവതകളിൽ നിന്ന് വിലക്ഷണനായിരിക്കുന്ന നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനായിരിക്കുന്ന പരമാത്മാവും ആ പരമാത്മാവിനോട് കൂടെ ഇരുന്നു കഴിഞ്ഞാലുള്ള ഈശ്വരനും സിദ്ധിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ബർഹിർ ദേവ സദനം, ബർഹി എന്നുള്ളത് കുശ, ഇത് ദേവന് ഇരിപ്പിടമാണ്. അങ്ങനെ ഇരിക്കുന്ന ദേവന്റെ സദനം ആയിരിക്കുന്ന ബർഹി ദാമി, ദാപ് ലവനെ, ലവനം എന്ന് പറഞ്ഞ ഛേദനം എന്നർത്ഥം. ദാമി, അഹം ദാമി, ഞാൻ ഈ ദേവന്റെ ഇരിപ്പിടമായിരിക്കുന്ന ബർഹിയെ ഛേദനം ചെയ്യുന്നു എന്നൊരു മന്ത്രമുണ്ട്. ഈ മന്ത്രത്തെ എവിടെ പ്രയോഗിക്കുന്നുള്ളതാണ്. അപ്പോൾ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ബർഹി ദാമി എന്നുള്ളത് എന്താണ് അർത്ഥം? ലവനെ എന്ന് പറഞ്ഞ, ലവനം എന്ന് പറഞ്ഞ ഛേദനം എന്നർത്ഥം. അപ്പൊ ദാമി എന്ന് പറഞ്ഞാൽ ഛേദനം കരോമി, ഞാൻ ഛേദിക്കുന്നു ഈ കുശത്തെ എന്നാണ്. ഇങ്ങനെ നേരിട്ട് മന്ത്രം കാണുന്ന സമയത്ത് പിന്നെ ഒരു സംശയവുമില്ല, ഈ ശബ്ദ സാമർത്ഥ്യം എന്നുള്ള ലിംഗം, ശബ്ദത്തിന്റെ ഏത് ശബ്ദം? ബർഹി എന്നുള്ള ശബ്ദമുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെന്താ? ദേവസദനം ദാമീന, ദേവൻ ഇരിപ്പിടമായിരിക്കുന്ന ബർഹിയെ ഞാൻ ഛേദിക്കുന്നു എന്നാ. ഈ ഒരു ശബ്ദ സാമർത്ഥ്യം കൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം? ഈ മന്ത്രം ബർഹിയുടെ ലവനം, ഛേദനം നടത്തുന്ന സമയത്ത് ഉപയോഗിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ കിട്ടിയ ബർഹി ലവന പ്രകാശന സാമർഥ്യാത്, ബർഹി ലവനം എന്ന് പറയുന്നത് ബർഹിച്ഛേദനം, കുശാച്ഛേദനത്തിനെ പ്രകാശിപ്പിക്കുക എന്നുള്ള സാമർഥ്യം ഇതിനുണ്ട്, ബർഹി ദേവസദനം ദാമി എന്നുള്ള മന്ത്രത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ
ഈ ശബ്ദ സാമർത്ഥ്യ രൂപം ലിംഗം എന്നുള്ള പ്രമാണത്താൽ ആ പ്രമാണത്തെ സഹകാരി പ്രമാണമായിരിക്കുന്ന ലിംഗത്തെ ആശ്രയിച്ചും കൊണ്ട് വിനിയോജക വിധി, അതായത് അങ്കിഭാവ ബോധക വിധി ആയിരിക്കുന്ന വിനിയോജക വിധി, ബർഹിർ ദേവസദനം ദാമി എന്നുള്ള മന്ത്രത്തെ ബർഹി ലവന സമയത്ത് ഉപയോഗിക്കണം എന്ന് അങ്കിഭാവം ബോധിപ്പിക്കും. ഓക്കെ, കർമ്മത്തിന്റെ അംഗമായിട്ട് മാറും ഈ മന്ത്രം. ഇതിന് ബോധകനാരാ? ലിംഗം. എന്താണ് ലിംഗം? ബർഹി ദേവസദനം ദാമി എന്നുള്ള വാക്യത്തിനെ അന്വയിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് അത് ബർഹി ലവനത്തിന് ഉപയോഗിക്കുന്നുള്ളതെന്നാണ്. ഈ ഒരു സാമർത്ഥ്യം കൊണ്ട് തന്നെ അങ്കിഭാവം ബോധിക്കുന്നുണ്ട്. സാമർഥ്യാദി ബർഹി ലവന യഥാ വിനിയോഗ, ബർഹിയുടെ ലവനം, ബർഹിയുടെ ഛേദനം, കുശാഛേദനം നടത്തുമ്പോൾ എപ്രകാരം ഈ മന്ത്രം വിനിയോഗിക്കപ്പെടുന്നുവോ ദൃഷ്ടാന്തം പറഞ്ഞതാണ്. ഇത് ദാഷ്ടാന്തികം പറയാണ്. തഥാ അപ്രകാരം കർമ്മശേഷ ആത്മ, പൂർവപക്ഷിയുടെ സിദ്ധാന്തത്തില് പാങ്ക്തമാണ് കർമ്മം. പാങ്ക്തം എന്ന് പറഞ്ഞാൽ പഞ്ചബലിയുക്തം പാങ്ക്തം, 5 ഘടകങ്ങൾ ചേർന്നിരിക്കുന്നതാണ് ഒരു കർമ്മം. യജമാനൻ എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്ന ആള്, പത്നി യജമാന പത്നി, അതായത് പുരുഷന് സ്വതന്ത്രമായിട്ട് കർമ്മത്തിൽ അധികാരമില്ല, സ്ത്രീക്കും സ്വതന്ത്രമായിട്ട് കർമ്മത്തിൽ അധികാരമില്ല. വൈദിക കർമ്മം ചെയ്യുന്ന സമയത്ത് യജമാനന് പത്നി ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പത്നി വിയോഗം നടന്നാൽ കർമ്മകാന്ഡം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ടാണ് അടുത്ത വിവാഹവും പെട്ടെന്ന് തന്നെ നടത്തുന്നത്. നിങ്ങൾക്കിത് ചാന്തോക്യത്തില് എവിടെയാ, ഭാര്യ വളരെ ചെറിയ കുഞ്ഞാണ്, ഉഷസ്തി ചാക്രായണന്റെ ഒരു കഥ വരുന്നുണ്ട്. അവിടെ ഭാര്യയെ കുറിച്ച് പറയുന്ന സമയത്ത് പറയുന്നുണ്ട് വളരെ ചെറിയ കുഞ്ഞാണെന്നുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ വന്നെന്ന് പറഞ്ഞാല് സ്ത്രീ ഇല്ല എങ്കിൽ പുരുഷൻ അവിടെ കർമ്മം ചെയ്യാൻ സമർത്ഥനല്ല. അപ്പൊ ഒന്ന് അവിടുത്തെ പുരുഷൻ, രണ്ടാമത്തത് ഭാര്യ, മൂന്നാമത്തത് കുഞ്ഞ് ജനിച്ചെങ്കിൽ മാത്രമേ വൈദിക കർമ്മം ആരംഭിക്കുന്നുള്ളൂ. അതായത് മന്ത്രം പറയും, ജാതഃ പുത്രഃ കൃഷ്ണഃ കേശഃ അഗ്നി ആദധീര എന്ന് പറയും. പുത്രൻ ജനിച്ചു കഴിഞ്ഞിട്ട് അഗ്നാധാനം നടത്തുക. ആ പുത്രൻ ജനിച്ചിട്ട് ഒരു 90 വയസ്സിൽ നടത്തിയാൽ പോരെ? പറ്റത്തില്ല. കൃഷ്ണഃ കേശഃ എന്ന് പറഞ്ഞാൽ മുടി കറുത്തിരിക്കുമ്പോൾ തന്നെ എന്നാ പറഞ്ഞത്. അപ്പം വെളുക്കാൻ വേണ്ടി നിൽക്കരുത് എന്നർത്ഥം. എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ 12ാം വർഷത്തില് ഗുരുകുലത്തിൽ അയച്ചു. അവിടുന്ന് 12 കഴിഞ്ഞ് 24 തിരിച്ചു വന്ന് 25ഓടുകൂടി ഗാർഹസ്ഥ്യത്തിലേക്ക് കയറി. അത് അതായത് പരമ്പര ക്രമത്തിലുള്ളതാണെങ്കിൽ 50 വയസ്സ് വരെയാണ് ഗാർഹസ്ഥ്യം എന്നുള്ളത്. 50 കഴിയുമ്പോഴേക്ക് 75 വരെ വാനപ്രസ്ഥനാണ്. 75-ന് 76-ന് ശേഷം സന്യാസം. പക്ഷെ ഈ സന്യാസത്തെയാണ് നിഷേധിച്ചിരിക്കുന്നത്. ഇതിന് ക്രമസന്യാസം എന്ന് പറയും. എവിടെ നിഷേധിച്ചത്? സ്മൃതിയിൽ നിഷേധിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സ്മൃതി നമ്മൾ മുമ്പും പറഞ്ഞതാണ്. അശ്വാലംബം ഗവാലംബം സന്യാസം പല പൈതൃകം ദേവരേണ സുതോത്പത്തി കലവ് പഞ്ച വിവർജയിൽ. കലികാലത്ത് ഈ 5 ചെയ്യാൻ പാടില്ല. അന്നപ്പോൾ എന്താണ്? യജമാനൻ, പത്നി, പുത്രൻ, പിന്നെ 2 ധനം. ധനം എന്ന് പറഞ്ഞ ശേഷം ആ ധനത്തെ 2 ആകും. ഒന്ന് സാമാന്യ ധനം. ഏതൊക്കെ? പശു, സ്ഥലം എന്ന് പറഞ്ഞ വയല്, ഹിരണ്യാദികൾ. കാരണം കർമ്മം ചെയ്യണമെങ്കിൽ സമ്പത്തി വേണ്ട. ഈ സമ്പത്തിയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഒരു ധനമാക്കുന്നത്. ഇതിന് മാനുഷം വിത്തം എന്നാ പറയാ. രണ്ടാമത്തതാണ്, അതായത് 5ാമത്തത്, ധനത്തെ 2ആക്കിയിട്ട് ഒന്ന് മാനുഷം വിത്തം, ഒന്ന് ദൈവം വിത്ത് എന്നാ പറയാ. ദൈവം വിത്തം എന്നുള്ളതാണ് ഉപാസന. അതായത് കർമ്മം നടത്തുന്ന സ്ഥലത്തും ഉപാസനയുണ്ട്. ചെറിയ ചെറിയ ഉപാസനാ സംബന്ധിയായിട്ട് ആ കർമ്മങ്ങൾ വരുന്നത്. ഇതും 5ഉം ചേർന്നിട്ടാണ് ഒരു കർമ്മം സമ്പന്നമാവുന്നത്. ഇതിനെയാണ് പാങ്ക്തം എന്ന് പറയാം. പഞ്ചപരിയുക്തം പാങ്ക്തം കർമ്മ. അപ്പൊ കർമ്മശേഷനാണ് ആര്? ആത്മാ. കർമ്മശേഷമായിരിക്കുന്ന ആത്മാ ഏതാത്മാവാ? ജീവാത്മാവാണ് കർമ്മത്തിന്റെ ശേഷൻ, അല്ലേ? അപ്പോ കർമ്മസംബന്ധം ഈ ജീവാത്മാവിനുണ്ടെന്നാണോ പറയുന്നത്? അതെ. അപ്പോൾ പറയാണ് കർമ്മശേഷ ആത്മപ്രകാശന സാമർഥ്യന. പൂർവപക്ഷി പറയുന്നത് കർമ്മത്തിന്റെ ശേഷം എന്ന് പറഞ്ഞാൽ കർമ്മത്തിന്റെ അംഗം.
കർമ്മ അംഗമാണ് ആത്മാ. ഏത്? ജീവാത്മാ. ആ ജീവാത്മാവിനെ പ്രകാശിപ്പിക്കാനുള്ള സാമർഥ്യം ആർക്കുണ്ട്? ഈശാവാസ്യം എന്നുള്ള മന്ത്രത്തിനുണ്ട്. അതായത് പൂർവമീമാംസ സിദ്ധാന്തത്തിനനുസരിച്ച് നിത്യശുദ്ധ ബുദ്ധമുക്തനായിരിക്കുന്ന ഒരാത്മാ സിദ്ധമല്ല. പിന്നെയോ അവിടെ ഇരിക്കുന്ന ആത്മാ എന്നുള്ളത് യജമാനാണ്. ആ യജമാനനെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് നീ നിത്യശുദ്ധനാണെന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഈശാവാസ്യം എന്നുള്ളത് കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ആരെയാ? കർമ്മസംബന്ധിയായിരിക്കുന്ന ആത്മാവിനെയാണ്. അപ്പോൾ കർമ്മശേഷമായിരിക്കുന്ന ആത്മാവിനെ പ്രകാശിപ്പിക്കുക എന്നുള്ള സാമർഥ്യം എവിടെയുണ്ട്? ഈശാവാസ്യം എന്നുള്ള മന്ത്രത്തിനുണ്ട്. അതുകൊണ്ട് ലിംഗം, ശബ്ദസാമർഥ്യ രൂപ ലിംഗത്തെ ആശ്രയിച്ചിട്ട് ഈ മന്ത്രങ്ങൾ വിനിയോജക പ്രമാണത്തിലൂടെ കർമ്മത്തിന്റെ അംഗമായി മാറട്ടെ. കർമ്മസു യേഷാം വിനിയോഗഹിരി. ഇവിടം വരെ പൂർവപക്ഷിയുടെ ആക്ഷേപം. ഇത്യപി ന ആശങ്കനീയം, എന്നും നിങ്ങൾ ആശങ്കിക്കരുത്. ഇനി ഭാഷ്യം കണ്ടോ. തേഷാം തേഷാം കേഷാം ഈശാവാസ്യം ഇത്യാദി മന്ത്രാണാം. ഈശാവാസ്യം ഇത്യാദി മന്ത്രങ്ങൾക്ക് ആത്മനോ യാഥാത്മ്യ പ്രകാശകത്വാത്. ആത്മാവിന്റെ യാഥാത്മ്യം. ആത്മാവിന്റെ യാഥാത്മ്യം എന്ന് പറയുന്നത് യഥാർത്ഥ സ്വരൂപം എന്നാണ്. സ്വരൂപം വേറെയും ആത്മ വേറെയും അല്ല. പക്ഷെ നമ്മൾ സംസാരിച്ചു പോകുന്നേരം സംബന്ധം പറഞ്ഞ് കൊണ്ടുപോകും. ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ പ്രതിപാദിക്കുന്നതാണ് ഈശാവാസ്യം ഇത്യാദി മന്ത്രങ്ങൾ. തേഷാം മന്ത്രാണാം ആത്മനോ യാഥാർത്ഥ പ്രകാശകത്വ. ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് എന്താ തകരാറ്? ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ പ്രകാശിപ്പിച്ചാലും എന്തുകൊണ്ട് കർമ്മത്തിന് ശേഷമാവത്തില്ല? എന്നേരം പറയാണ് അകർമ്മശേഷസ്യ ആത്മനോ. കർമ്മശേഷമല്ലാത്ത ആത്മാവിന്റെ സ്വരൂപത്തെയാണ് നിരൂപണം നടത്തുന്നത്. കർമ്മശേഷനായിരിക്കുന്ന യജമാനൻ, പത്നി ഇത്യാദി സ്വരൂപത്തെ നിരൂപണം ചെയ്യുന്നില്ല. അതായത് പൂർവമീമാംസയിലെ യജമാനൻ കർമ്മം ചെയ്താൽ അതിന്റെ ഫലം യജമാനനും കിട്ടുന്നുണ്ട്, പത്നിക്കും കിട്ടുന്നുണ്ട്, ഋത്വിക്കിനും കിട്ടുന്ന ഫലങ്ങളുണ്ട്. ബൃഹത്വാർത്തികത്തിൽ നോക്കിയാൽ മതി. ഓക്കെ, അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ബൃഹദാരണ്യ ഉപനിഷത്തിലൊന്നും അത്ര ഡീറ്റെയിൽ ഇല്ല. ബൃഹത് വാർത്തികത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഡീറ്റെയിൽ കിട്ടും. എന്താ പറയുന്നത്? അകർമ്മശേഷസ്യ ആത്മനോ ന കർമ്മശേഷ ഇതി അകർമ്മശേഷ എന്ന കർമ്മത്തിന്റെ ശേഷമല്ലാത്ത ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ പ്രതിപാദിക്കുന്നതാണ് ഈശാവാസ്യം ഇത്യാദി മന്ത്രങ്ങൾ. ഈ മന്ത്രങ്ങള് കർമ്മശേഷനായിരിക്കുന്ന യജമാനന്റെ സ്വരൂപത്തെയായിരുന്നു പ്രതിപാദിച്ചിരുന്നതെങ്കിൽ ശരിയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ കർമ്മത്തിന്റെ അംഗമായേനെ. ഏതുപോലെ? സ്വർഗകാമോ യജേത. അപ്പൊ സ്വർഗകാമനായിരിക്കുന്ന പുരുഷൻ എന്നുള്ളത് കാമിയായിരിക്കുന്ന ജീവനാണ്. ആ ജീവന് കർമ്മമായിട്ടുള്ള സംബന്ധം പറയുന്നതാണ് ഏത് വാക്യം? ദർശപൂർണമാസാദ്യം യജേത സ്വർഗകാമ ഇത്യാദി വാക്യം. അങ്ങനെ ഇരിക്കുമ്പോൾ കർമ്മശേഷനായിരിക്കുന്ന ആത്മാവിനെ പ്രതിപാദിക്കുന്ന വാക്യങ്ങൾക്ക് കർമ്മവുമായിട്ടുള്ള അംഗത വരും. പക്ഷേ ഇവിടെ ഇപ്പോൾ കർമ്മശേഷനായിരിക്കുന്ന ജീവാത്മാവിനെ പ്രതിപാദിക്കുന്നതല്ല ഈശാവാസ്യം ഇത്യാദി മന്ത്രങ്ങൾ. പിന്നെയോ നിത്യശുദ്ധനായിരിക്കുന്ന ആത്മാവിനെ പ്രതിപാദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിത്യശുദ്ധാത്മാവിനെ പ്രതിപാദിക്കുന്ന ഈശാവാസ്യം ഇത്യാദി മന്ത്രങ്ങൾക്ക് കർമ്മശേഷനായിരിക്കുന്ന ആത്മാവിനെ പ്രതിപാദിക്കുന്ന മന്ത്രങ്ങൾക്ക് ഉള്ളതുപോലെ കർമ്മസംബന്ധം വരത്തില്ല. ടീക്കകൾ നോക്ക്. ശുദ്ധത്വാദി വിശേഷണസ്യ ആത്മനഃ കർമ്മശേഷത്വേ പ്രമാണാഭാവാത് തദ് യാഥാത്മ്യം ന കേവലം കർമ്മ അനുപയോഗി കിന്തു കർമ്മണ വിരുദ്ധ്യതേ ച ഇത്യാഹ. ശുദ്ധത്വാദി വിശേഷണസ്യ ആത്മനഃ. ശുദ്ധത്വം, ഇനി ഇപ്പൊ ഭാഷ്യത്തിൽ പങ്ക്തി പറയൂ. ശുദ്ധത്വം, അഭാവവിദ്ധത്വം, മേഘത്വം, അസംസർഗിത്വം ഇത്യാദി. അതായത് നിത്യശുദ്ധ ബുദ്ധനായിരിക്കുന്ന ആത്മാ, അതിന്റെ ജ്ഞാനമുണ്ടെങ്കിൽ അജ്ഞാനം നഷ്ടപ്പെട്ടു. ആരുടെ അജ്ഞാനം? ശുദ്ധബ്രഹ്മ വിഷയക അജ്ഞാനം നഷ്ടപ്പെട്ടു. ഈ ശുദ്ധബ്രഹ്മ വിഷയക അജ്ഞാനം ആർക്കാ ഉള്ളത്? പറഞ്ഞോ, നേരത്തെ ചോദിച്ച ചോദ്യത്തിന് അവസാനം ഇവിടെ തന്നെ പ്രസംഗം കയറി വന്ന ശുദ്ധത്വാദി വിശിഷ്ട ആത്മാവിന്റെ ജ്ഞാനം ആർക്കാണ് ഇപ്പൊ ഇല്ലാത്തത്? കർമ്മം ചെയ്ത ജീവാത്മാവിന്. കർമ്മം ചെയ്തില്ലേ തരാറുണ്ടോ? ഇല്ല, ജീവാത്മാവിന്. ജീവാത്മാവിന്. ജീവാത്മാവ് പരമാത്മാവല്ലേ?
അതെ. അപ്പോൾ പരമാത്മാവിന് തന്റെ ജ്ഞാനത്തിന്റെ ആവശ്യം എന്താ? കാരണം താൻ ജ്ഞാനസ്വരൂപനല്ലേ? ഇതായിരുന്നു നമ്മൾ ആദ്യത്തെ ചോദ്യം തന്നെ. അതെ, പക്ഷെ വിദ്യായുക്തനാണ്. ജ്ഞാനസ്വരൂപന് പിന്നെ ജ്ഞാനത്തിന്റെ ആവശ്യം എന്താ? ജ്ഞാനസ്വരൂപാണെങ്കിലും അവിദ്യായുക്തനായത് കാരണം കൊണ്ട് സ്വരൂപ ജ്ഞാനുണ്ട്. ജ്ഞാനസ്വരൂപിൽ അവിദ്യ ഇരിക്കുവോ? ഇല്ല, പക്ഷെ അന്ധകരണ വിശിഷ്ടനായിട്ടിരിക്കുന്നത് കൊണ്ട് വിദ്യ. ആർക്ക് അന്ധകരണ വിശിഷ്ടിയോ? ജീവന്. ഇപ്പൊ ശുദ്ധനല്ലേ ഇപ്പോൾ, ജീവനല്ലല്ലോ. ഇതിനുള്ള അന്ധകരണം ഇല്ലല്ലോ സ്വാമി. അന്ധകരണമായിട്ടുള്ള സംബന്ധം എങ്ങനെ ശുദ്ധല്ലേ വരും? അങ്ങനെയാകുമ്പോൾ ആ ശുദ്ധൻ നികൃഷ്ടനായി പോകില്ലേ? സ്വാമി അതന്നെയാണ് സംശയം. ആ അത് നേരത്തെ തന്നെയാ ഞാൻ ചോദിച്ച സംശയം അതും. ഞാനിങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ് ഇപ്പൊ, അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. അവിദ്യായുക്തനാവുമ്പോ നികൃഷ്ടം തന്നെയായിരുന്നു. അവിദ്യായുക്തനായിട്ട് മാനിക്കുമ്പോ നികൃഷ്ടത തന്നെ മാനിക്കണ്ടേ? മാനിക്കുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇല്ലെന്ന് അർത്ഥം അല്ലേ? വാസ്തവത്തിലില്ല. വാസ്തവത്തില് അപ്പം വാസ്തവത്തിൽ ഇല്ലാത്ത വസ്തുവിനെ മാനിക്കുന്നത് കൊണ്ട് അങ്ങോട്ട് വന്നു കയറുമോ? അജ്ഞാനം സൂര്യനിൽ അന്ധകാരം മാനിച്ചു കഴിഞ്ഞാൽ സൂര്യനിൽ അന്ധകാരം എത്തിച്ചേരുമോ? ഇല്ല. എന്ത് ചെയ്യും? എല്ലാം ജ്ഞാനിയാണെന്നാണല്ലോ പറയുന്നത്. ജ്ഞാനിയാണെന്നാണോ ജ്ഞാനമാണെന്നാണോ പറയുന്നത്? സോറി, ജ്ഞാനമാണെന്നല്ല പറയുന്നത്. എല്ലാവരും ജ്ഞാനമാണെന്നല്ല പറയുന്നത്. എല്ലാവരും ജ്ഞാനമാണ്. ജ്ഞാനമാണെങ്കിൽ പിന്നെ എല്ലാം എന്നുള്ള പ്രസംഗം ഇവിടുന്ന് വന്നു. അതെ, അതിനാ തിമിരം ബാധിച്ചത് മാറിക്കഴിഞ്ഞാൽ എല്ലാവരും ജ്ഞാനികളായി. മാറുന്നതിന്റെ മുന്നേ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അല്ലേ? മാറിയാലൊന്നാ. ഇതെന്തിനാന്ന് പറഞ്ഞാലേ, നിങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു കഴിഞ്ഞാൽ കുറെ പ്രശ്നവും പരിവട്ടമുള്ള സാധനങ്ങൾ ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. ഇത് വലിയ കാര്യമൊന്നുമില്ല. അതായത് നിത്യശബ്ദ ബുദ്ധമുക്തന് അവിദ്യയായിട്ട് ഒരു ബന്ധവും പാടില്ല. നിങ്ങൾ ഈ വേദാന്തം ചിന്തിക്കുന്ന സമയത്ത് ഈ സ്റ്റാൻഡിൽ നിന്ന് ചിന്തിക്കാൻ പാടുള്ളൂ. അതല്ലാതെ അവിദ്യ ഇരിക്കുന്നത് കൊണ്ട് ഇവൻ ജീവനായി, ജീവൻ അംശമായി, അംശി പരമാത്മാവായി, എന്നിട്ട് ഒരു പശുവിന്റെ വാലിലും കൃഷ്ണൻ തലയിലും കൃഷ്ണൻ. ഒരു പശുവിൽ തന്നെ വാലില്, കാലില്, അകിടില്, കൊമ്പില് കൃഷ്ണനെ അടിച്ചു വെച്ചിട്ട് പറയാണ് സർവത്ര കൃഷ്ണമായ. ഇതൊന്നും അല്ല അറിയേണ്ടത്. അതായത് കുളിപ്പിച്ച് കുട്ടിയില്ലായതായി എന്ന് പറഞ്ഞ പോലെയാണ്. എന്തോ ഞങ്ങൾ ഭക്തി പ്രസ്ഥാനക്കാരാണ്, ഞങ്ങൾ തൊട്ടുപോരുത്. ബാക്കിയെല്ലാം ബുദ്ധി സാമർത്ഥ്യം കളിച്ചിട്ട്, ബുദ്ധി കൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല, എന്നിട്ട് ബുദ്ധിയുടെ സാമർത്ഥ്യം കളിച്ചിട്ട് ഞങ്ങളെ കബളിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതിലൊന്നും ഏർപ്പെടത്തില്ല. ഞങ്ങൾക്ക് പശുവിന്റെ വാലിലും കണ്ണിലും മൂക്കിലും ഒക്കെ ശ്രീകൃഷ്ണന്റെ പ്രിന്റ് അടിച്ചു വെച്ചിട്ട് സർവ്വവ്യാപകനായിരിക്കും ശ്രീകൃഷ്ണനെ ചിന്തിക്കാനുള്ള സാമർത്ഥ്യമുണ്ട് എന്നൊന്നും പറഞ്ഞേക്കരുത്. സൂര്യനിൽ അന്ധകാരമില്ലാത്തതുപോലെ നിത്യശുദ്ധനായിരിക്കുന്ന പരമാത്മാവിൽ അവിദ്യാലേശം പോലും ഇല്ല. അവിദ്യാലേശം പോലും ഇല്ലാഞ്ഞിട്ടും അവിദ്യയുടെ സാമർഥ്യമാണത്. അവിദ്യ ഇല്ലാത്തിടത്ത് അവിദ്യയെ കൊണ്ട് വെച്ചിട്ട് ഇല്ലാത്തത് മൊത്തം കാണിക്കും, സ്വരൂപത്തെ ഇട്ട് മറക്കുകയും ചെയ്യും. ആ വിദ്യക്ക് ചേതനായിട്ട് ഒരു സംബന്ധവും ഇല്ല, സംബന്ധം പാടേയില്ല. അതെന്തുകൊണ്ടാ? അവിദ്യ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട വ്യക്തി മനസ്സിലാക്കുന്നത് എന്നിൽ ഒരു കാലത്ത് അവിദ്യ ഉണ്ടായിരുന്നു എന്നല്ല, എന്നിൽ ഒരു കാലത്തും അവിദ്യ ഇല്ലായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അവിദ്യയായിട്ട് ചേതൻ ഒരു കാലത്ത് സംബന്ധം ഇല്ല എന്നുള്ളത് വാസ്തവം. ഈ വാസ്തവം തിരിച്ചറിഞ്ഞിട്ട് മാത്രമേ ബ്രഹ്മാനുസന്ധാനത്തിൽ നിൽക്കാവൂ. കാരണം നിങ്ങൾക്ക് ചിന്തിക്കേണ്ട നിങ്ങൾ ഈ ജീവനല്ലെന്നും അവിദ്യാലേശം പോലും ഇല്ലാത്ത നിത്യശുദ്ധ ബുദ്ധമുക്തനാണെന്നുള്ള തിരിച്ചറിവ് ആർക്കാ വേണ്ടത്? തനിക്കാണ് വേണ്ടത്. അപ്പോൾ താൻ തന്നെ തന്നെ മനസ്സിലാക്കേണ്ടത് എന്തായിട്ടാ? കേവല ചൈതന്യമായിട്ടാണ്. ആ ചൈതന്യത്തിൽ അവിദ്യ വരുമോ? വരത്തില്ല. ഇവിടെ നിന്നാണ് നിങ്ങളുടെ ചിന്തനം തുടങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിനു ശേഷം വളരെ നികൃഷ്ടമായിരിക്കുന്ന ഉപാസനാ പദ്ധതികളൊന്നും ഇവിടെ തൊട്ടുപോകരുത്. അത് ദേവതയായാലും വേണ്ടിയില്ല, ഈശ്വരനാണെങ്കിലും വേണ്ടില്ല, ഹിരണ്യഗർഭനാണെങ്കിലും വേണ്ടില്ല, ആരാണെങ്കിലും. ഇത്രയും ഇവിടെ നിൽക്കട്ടെ. ജ്ഞാനം കിട്ടുന്നത് നമ്മളെ ഇതിൽ കൂടെ മാത്രം പറയുന്നു. ഏത് തത്വത്തിൽ കൂടെ? പ്രമാണം കൊണ്ട് മാത്രം. പ്രമാണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന പുസ്തകമാണോ? അല്ല, ഇവിടെ ഇപ്പോൾ പ്രമാണം ശബ്ദമാണ്, നമ്മൾ കേൾക്കുന്ന ശബ്ദമാണ്. ഞാൻ കുറച്ച് ചോദ്യം അങ്ങോട്ട് ചോദിച്ചു തരാം. എന്തിനാണ് അധ്യയനം നടത്തുന്നത്? ജ്ഞാനത്തിന്
അല്ലേ? ഇവിടം വരെ ഓക്കെ. അധ്യയനം means മറ്റേ അധ്യയനം എന്നുള്ളത് നമ്മൾ ഈ പഠനം ജ്ഞാനത്തിനാ. പഠനം എന്ന് പറയുമ്പോ എങ്ങനെ പുസ്തകം വായിച്ചിട്ടുള്ള പഠനമാണോ അല്ല അതായത് സബ്സെന്റ് ആയിട്ടുള്ള നിങ്ങളുടെ ചോദ്യത്തിന് കാരണം ഇതാണ്. എന്നെ പലരും ആക്ഷേപിക്കും, നീ സോപ്പാട് ഗുരുക്കന്മാർ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നു എന്ന്. ഞാൻ ഈ അധിക്ഷേപം കൊണ്ടുവരാനുള്ള മൂല കാരണം നിങ്ങൾ ഈ ചോദ്യമാണ്. വെറും പുസ്തകമല്ല, ഒന്ന് ഹിസ്റ്ററിയൊക്കെ നോക്കുക. നമ്മളുടെ ഈ ഭക്തി പ്രസ്ഥാനം കയറി വരുന്നത് യോഗ, ന്യായം, മീമാംസ ഇവരൊക്കെ നിൽക്കുന്നത് അതേപോലെ ആനുകാലികമായിരിക്കുന്ന ആധ്യാത്മിക സ്ട്രീംസ് ഇവരൊക്കെ ഒത്തുകൂടി നിന്നാല് പലർക്കും പല അഭിപ്രായമാണ്. ഇപ്പോൾ നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ എത്തിക്കഴിഞ്ഞാല് ഭാഷ്യകാരൻ പറയും, നിങ്ങൾ ഈ ദ്വൈതികൾ കൂടിച്ചേർന്നിട്ട് ഒരു അഭിപ്രായത്തിലെത്ത ആദ്യം. ഞങ്ങൾ അദ്വൈതികൾ മാറിയില്ല, നിങ്ങൾ ഈ ദ്വൈതികൾ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ ചേർന്നിട്ടൊരു അഭിപ്രായത്തിലെത്തുക ആദ്യം. ഏത് ദ്വൈതമാണ് സത്യം എന്നുള്ള കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ദ്വൈതികൾ തമ്മിൽ പരസ്പരം വാഗ്വാദത്തിലാണ്. അതായത് ഗുരുക്കന്മാർ ആദ്യമേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഈ പാണ്ഡിത്യം കൊണ്ട് ഒന്നും നടക്കൂല, ഞങ്ങൾ പറയുന്ന പോലെ സേവ ചെയ്ത് ആശ്രമത്തിന് വേണ്ടി ചാവുക. ഇതാണ് നമ്മൾക്ക് മുന്നിൽ കാണാൻ പറ്റുന്നത്. അന്നപ്പോഴാണ് നമ്മൾക്ക് ചോദ്യം വരുന്നത്, ഈ പഠനം എന്തിന് എന്നുള്ളത്. അതായത് ഈ പാണ്ഡിത്യം കൊണ്ട് എന്ത് കിട്ടാനാ? പാണ്ഡിത്യമല്ലല്ലോ ലക്ഷ്യത്തിലെത്തിക്കുന്നത്. ലക്ഷ്യത്തിലെത്തിക്കുന്നത് ഗുരുവിന്റെ സേവയല്ലേ എന്നുള്ള ഒരു ഭ്രമത്തെ ജനിപ്പിച്ചിരിക്കുന്നത് ഈ ഗുരുക്കന്മാരാണ് ഇവിടുത്തെ. ഇവരുടെ കയ്യിൽ എന്താ ഉള്ളത്? ശാസ്ത്രം ഉണ്ടോ? ഇല്ല. ഗുരു എന്ന് പറഞ്ഞ ആരാ? ശ്രുതിയിൽ പറയുന്നത് അത് വിജ്ഞാനാർത്ഥം ഗുരുമേവ അധികച്ച് ശ്രോത്രം ബ്രഹ്മനിഷ്ഠന. ശ്രോത്രനും ബ്രഹ്മനിഷ്ഠനുമായ വ്യക്തിയാണ് അവിടുത്തെ ഗുരു. ശ്രോത്രൻ എന്ന് പറഞ്ഞാൽ ശ്രോത്രന്റെ അർത്ഥം ശ്രോത്രേ ചന്തോദീതേ എന്ന് പറയും. ഛന്ദസ് അധ്യയനം ചെയ്ത ആളാണ് ശ്രോത്രിയൻ എന്ന് പറഞ്ഞാല് ഗുരുവിൽ നിന്ന് ശിഷ്യൻ, ശിഷ്യനിൽ നിന്ന് അടുത്ത ശിഷ്യൻ, ഇങ്ങനെ പോകുന്ന ഒരു തിരിമുറിയാത്തൊരു പരമ്പരയിൽ മാത്രമേ ഗുരു വരത്തുള്ളൂ. ഗുരു ആകസ്മികമായിട്ടൊന്നും പൊട്ടിമുളയ്ക്കത്തില്ല. അതുകൊണ്ടാണ് ഗീതാകാരൻ നിത്യസിദ്ധ ഗുരുവായിട്ട് പോലും വ്യാവഹാരികമായിട്ട് മറ്റൊരു ശരീരമെടുത്ത ഗുരുവിന്റെ അടുത്ത് പോയിട്ട് പഠനം നടത്തിയത്. എന്തുകൊണ്ടാ? ഈ പ്രസ്ഥാനത്തെ, ഈ സിദ്ധാന്തത്തെ മുറിക്കരുത് എന്നുള്ളത് കൊണ്ട്. ലീനേജ് വേണം. അതെ, ലീനേജ് വേണം. പരമ്പരയിലൂടെ മാത്രമേ ചിന്തിക്കത്തുള്ളൂ. ഓക്കെ. അതുകൊണ്ട് അതിന്റെ ഇടയിൽ കയറി വന്നിട്ട് ഞങ്ങൾ മുതൽക്കാണ്, എനിക്ക് ശേഷമാണ് പരമ്പര എന്ന് പറയാൻ സമ്മതിച്ചു കൊടുക്കൂല. നിങ്ങൾ എന്തുവേണേ ആയിക്കോ, പക്ഷേ അതിൽ നിന്നൊരു ജ്ഞാനോത്പത്തി ഒന്നും നടക്കത്തുന്നുണ്ട്. അപ്പൊ ലീനേജ് എന്ന് പറയുമ്പോൾ ഗുരു പറഞ്ഞത് മാത്രമാണോ ജ്ഞാനം? അല്ല വേറെ ജ്ഞാനം വേറെ സ്ഥലത്ത് അതിന്റെ നമ്മൾ ഇംപ്രൂവ് ചെയ്ത് പഠിക്കാൻ വേറെ സ്ഥലത്ത് കൂടിയൊക്കെ പഠിച്ചിട്ട് ഉണ്ടാക്കേണ്ടതല്ലേ ജ്ഞാനവും കൂടിയിട്ട്? പക്ഷെ ഉപദേശിക്കുന്നത് ഗുരുവാണ്. അത് വിത്ത് പാകി തരും ഗുരു. വിത്തൊന്നുമില്ല, വിത്തൊക്കെ വിത്ത് എന്ന് പറഞ്ഞ ശബ്ദമാണ്. അല്ല, വിത്ത് എന്ന് പറഞ്ഞാല് ഗുരു അതിന്റെ മറ്റേ സീഡ് പ്ലാന്റ് ചെയ്ത് തരും നമുക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഈ ശബ്ദത്തിനെ ഗുരു വിശദീകരിച്ചു തരിക എന്നല്ലാതെ വേറെ ഒരു സാധനവും ഗുരുവിനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ആർക്കാ ജ്ഞാനം ഉണ്ടാവുന്നത്? റീനേച്ചി ആൻസർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇവര് കുറച്ചും കൂടി ഐഡിയ കിട്ടും. ആർക്കാ ജ്ഞാനം ഉണ്ടാവുന്നേ? ജ്ഞാനം ഉണ്ടാവുന്നത് അതിനെപ്പറ്റി വിസ്തരിച്ച് ചിന്തിക്കുന്നവനും അത് പഠിക്കുന്നവനും. അതുകൊണ്ട് റീനേച്ചി കൊടുക്കും. കേട്ടോ, റീനേച്ചി ഓപ്പൺ ചെയ്തേ. അജ്ഞാനം മാറിയവന്. അജ്ഞാനം മാറിയാണോ ജ്ഞാനം ഉണ്ടായിട്ട് അജ്ഞാനം മാറുകയാണോ? ജ്ഞാനം ഉണ്ടായിട്ട് അജ്ഞാനം മാറും. രണ്ടും ഒരേ നിമിഷം. ആർക്കാ ജ്ഞാനം ഉണ്ടാവുന്നേ? തന്റെ സ്വരൂപത്തെ തിരിച്ചറിയുന്നവൻ. ആർക്കാ ജ്ഞാനം ഉണ്ടാവുന്ന ചോദിച്ചിട്ടുള്ളൂ, എന്താന്ന് ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞോട്ടെ, വ്യക്തിക്കാണോ? അജ്ഞാനമില്ലാത്ത. ഇതിനൊക്കെ ആൻസർ ചെയ്യണമെങ്കിൽ കുറച്ചൊക്കെ ശാസ്ത്രം പിടിപാടുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് പ്രശ്നം. നിങ്ങൾ കുറച്ചും കൂടി കയറി വന്നാലേ ആൻസർ ചെയ്യാനുള്ള ഒരു ഭൂമിക പോലും വരത്തുള്ളൂ. വ്യക്തി എന്ന് പറഞ്ഞ വ്യക്തി ആരാത്? ബ്രഹ്മമാണോ അബ്രഹ്മമാണോ? ബ്രഹ്മം തന്നെ. വ്യക്തി ബ്രഹ്മത്തിന്റെ അംശം. ബ്രഹ്മത്തിന് അംശമൊന്നുമില്ല, അംശാംശിഭാവമൊന്നുമില്ല. ഓക്കെ, ബ്രഹ്മം തന്നെ. അപ്പൊ ബ്രഹ്മത്തിന് ജ്ഞാനം ഉണ്ടാവുമോ? അല്ല, ബ്രഹ്മജ്ഞാനസ്വരൂപാണോ? ബ്രഹ്മം ജ്ഞാനത്തിന്റെ സ്വരൂപാണ്. ബ്രഹ്മം ജ്ഞാനസ്വരൂപാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിന് ജ്ഞാനം ഉണ്ടാവുക? അത് ബ്രഹ്മ സ്വരൂപമാണെങ്കിലും അത് വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം. അത് അതാണെന്നുള്ളത് മനസ്സിലാക്കാം. ബ്രഹ്മസ്വരൂപമാണല്ലോ. ബ്രഹ്മസ്വരൂപം ജ്ഞാനസ്വരൂപല്ലേ? അതെ, വ്യക്തി മനസ്സിലാവുന്നില്ല ഞാൻ ബ്രഹ്മസ്വരൂപമാണെന്ന് പറഞ്ഞിട്ട്. വ്യക്തിക്ക് എന്തിനു മനസ്സിലാക്കേണ്ട ആവശ്യം?
ജ്ഞാനസ്വരൂപം തന്നെ മനസ്സിലാക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? ജ്ഞാനസ്വരൂപത്തിന് അങ്ങനെ ഒരു അറിവ് കിട്ടിയാലല്ലേ ഇത് മനസ്സിലാക്കാൻ അതെങ്ങനെയാ? തുടങ്ങുകയുള്ളൂ. അറിവ് തന്നെയല്ലേ ജ്ഞാനം? അറിവ് കിട്ടിയാൽ മനസ്സിലാക്കാന്നല്ല, അറിവ് തന്നെയാണ് ജ്ഞാനം. അത് ഉദിക്കണ്ടേ സ്വാമിജി? അത് അല്ല, ആ ഉദിച്ചാലല്ലേ ഉദിക്കുന്നത് എന്തിനാന്നുള്ളതാണ്. സൂര്യനിൽ പ്രകാശം അടിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അറിയില്ല, എങ്ങനെയാന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ പ്രശ്നം വരോട്ടാണ്. അതായത് ആ ഞാൻ ചെറിയൊരു, അതായത് ജസ്റ്റ് ഒരൊറ്റ ചോദ്യം കൊണ്ട് നമ്മൾ മൊത്തം പ്രശ്നം പരിപാടിയിലേക്ക് കയറും. ഇങ്ങനെയുള്ള കുറെ ഏരിയാസ് നമ്മൾക്ക് പഠിച്ചെടുക്കണമെങ്കിൽ നമ്മൾ സാമ്പ്രദായികമായിട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ. അത് പഠിക്കാൻ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു തരണം ഞാൻ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നത്. ആ, ആ, നമ്മൾ ആദ്യം ചോദിക്കുന്നില്ലേ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ആശ്രമത്തിൽ പോയപ്പോൾ എന്നോട് ചോദിക്കുന്നത്, ഇപ്പോൾ പാണ്ഡിത്യം കൊണ്ട് ഇപ്പൊ എന്ത് കാര്യം? അതായത് ഗുരു പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് ശിഷ്യന്, ഈ പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനും ഉപകരിക്കത്തില്ല. ആ. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്? പാണ്ഡിത്യമേ ഉപകരിക്കത്തുള്ളൂ. അതെ, അതിന് പാണ്ഡിത്യമേ ഉപകരിക്കുള്ളൂ. പാണ്ഡിത്യം എന്ന് പറയുന്ന അർത്ഥം, പണ്ഡ എന്ന് പറഞ്ഞാല് ബ്രഹ്മാകാര വൃത്തിയാണ് പണ്ഡ. ആ അതാർക്കാണോ ഉള്ളത് അവനാണ് പണ്ഡിതൻ. ഓക്കെ. പണ്ഡിതനിൽ ഇരിക്കുന്ന പാണ്ഡിത്യം എന്നുള്ളത് ബ്രഹ്മാകാര വൃത്തിയാണ്. ഇത് വേണ്ടാന്നാണോ നിങ്ങൾ പറയുന്നത്? ഗുരുസേവ ചെയ്താൽ എന്താ സംഭവിക്കുക? അന്ധകരണം ശുദ്ധമാവും. ശുദ്ധ അന്ധകരണത്തിന്റെ പരിചായകമായിരിക്കുന്ന എന്താ കാര്യം? എന്താ? അവർക്ക് അടുത്ത സ്റ്റെപ്പായിരിക്കുന്ന അദ്വൈത വേദാന്തത്തിനോട് താല്പര്യം തോന്നും. എന്നാലോ അധ്യയനം നടക്കും. അധ്യയനം നടന്നാലേ അതിനെ മനസ്സിലാക്കാനുള്ള സാമർഥ്യം ബുദ്ധിക്കുണ്ടാവും. ഇതൊക്കെ എവിടുന്നാ വരുന്നത്? അന്ധകരണ ശുദ്ധമാവുന്ന സമയത്ത് ബുദ്ധിയുടെ സാമർഥ്യം അത് പൂർവജന്മകൃതമായിരിക്കുന്ന കർമ്മ ഉപാസനാദികളുടെ ഫലമാണ്. എത്രമാത്രം മോശം കർമ്മമുണ്ടോ അത്രമാത്രം അന്ധകരണത്തിൽ മാലിന്യം ഉണ്ടാവും, വസ്തുബോധം ഉണ്ടാവത്തില്ല. അതായത് നമ്മൾക്ക് ലൗകികമായിരിക്കുന്ന കാര്യം മനസ്സിലാക്കാൻ പോലും ബുദ്ധിക്ക് സാമർഥ്യം വേണം. ഈ ശാസ്ത്രം എന്നുള്ളത് ശാസ്ത്രീയ അനേനേതി ശാസ്ത്രം എന്നാണ്. അല്ലാതെ ഞങ്ങൾ മോഡേൺ സയൻസിന് മാത്രമേ ശാസ്ത്രം എന്ന് പറയത്തുള്ളൂ, നിങ്ങൾ എന്തിനാണ് ശാസ്ത്രം എന്ന് പറയുന്നതെന്ന് പറയരുത്. ഏതിനാലാണോ അനുശാസനം ചെയ്യുന്നത് അതാണ് ശാസ്ത്രം. അനുശാസനം എന്ന് പറയുന്ന ഒരു ഉപദേശം. അപ്പോൾ ഓരോരോ മാർഗങ്ങൾ, ഇപ്പം വേദാന്തം പോലെ തന്നെയാണ് യോഗവും സാഖ്യവും ഒക്കെ തന്നെ, അതെല്ലാം തന്നെ ശാസ്ത്രങ്ങളാണ്. ഒരു കാര്യസിദ്ധിക്കായിട്ട് എത്രയും കാരണമുണ്ടോ അതിന് എല്ലാറ്റിനെയും നിരൂപണം നടത്തുന്ന ഗ്രന്ഥത്തെയാണ് നമ്മൾ ശാസ്ത്രം എന്ന് പറയുക. അപ്പൊ ശാസ്ത്രശാഖകൾ അനവധിയുണ്ട്, അതിനൊക്കെ അനവധി ഗുരുക്കന്മാരുണ്ട്. ഇതിലൂടെ വസ്തുബോധം സിദ്ധിക്കുക എന്നുള്ളതാണ് മുഖ്യം. അപ്പൊ ആ വസ്തുബോധത്തെയാണ് നമ്മൾ പാണ്ഡിത്യം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ബൃഹദാരണ്യകത്തിൽ കാണുക, പാണ്ഡിത്യം നിർവിദ്യ ബാല്യൻ തിഷ്ടാസേത്. പാണ്ഡിത്യത്തെ എന്ന് പറയുന്നർത്ഥം ഈ ഉപനിഷത്ത് വാക്യങ്ങളുടെ അർത്ഥമായിരിക്കുന്ന അദ്വിതീയ ബ്രഹ്മത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അദ്വിതീയ ബ്രഹ്മത്തെ മനസ്സിലാക്കണമെങ്കിൽ അദ്വിതീയ ബ്രഹ്മ പ്രതിപാദകങ്ങളായിരിക്കുന്ന വാക്യങ്ങളാണ് കാരണം. അതാണ് അവിടുത്തെ പ്രമാണം. ആ പ്രമാണത്തിലൂടെ പ്രമേയെ ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗുരു പറഞ്ഞു കൊടുക്കുന്ന ആള് അതിനു വേണ്ടിയിട്ട് ഇപ്പൊ വേദാന്തമാണെങ്കിൽ വേദാന്ത ശാസ്ത്രത്തെയും ആ വേദാന്ത ശാസ്ത്രത്തെ നിലനിർത്താനായിട്ട് അന്യമത ഖണ്ഡനവും, ആ ഖണ്ഡനം നടത്തുന്ന സമയത്ത് നൈയായിക വൈശേഷിക മതങ്ങൾ എല്ലാറ്റിനെയും എടുത്തുകൊണ്ടായിരിക്കും സംസാരിക്കുക. അതുകൊണ്ട് ഒരു പാണ്ഡിത്യമൊന്നല്ല, ഒരു അനവധി ശാസ്ത്ര വിഷയ പാണ്ഡിത്യം ഉണ്ടെങ്കിൽ മാത്രമേ അദ്വിതീയ ബ്രഹ്മബോധം വരത്തുള്ളൂ. അതുകൊണ്ട് അധ്യയനമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് മനസ്സിലായിരിക്കും. ഗുരു പറഞ്ഞ എന്താ? അധ്യയനമല്ല മുഖ്യം, ഗുരു പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി എന്നാ. പക്ഷേ ശാസ്ത്രദൃഷ്ടിയ ഗുരു പറയേണ്ടത് തന്നെ എന്തായിരിക്കണം? ശാസ്ത്രമായിരിക്കണം. മറ്റാരെയും നമ്മൾ ഗുരുവായിട്ട് ഗണിക്കുന്നേ ഇല്ല അവിടെ. അത് വിജ്ഞാനാർത്ഥം, അതായത് ഇതിനൊക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. സാമാന്യമായിരിക്കുന്ന വേദാധ്യയനത്തിന് വേണ്ടിയിട്ട് സ്വാധ്യായ അധ്യതവ്യ എന്നുള്ള വിധിയേ ഉള്ളൂ. പക്ഷെ വിശേഷമായിരിക്കുന്ന, അതായത് അദ്വിതീയ ബ്രഹ്മമായിരിക്കുന്ന നിത്യശുദ്ധ ബുദ്ധമുക്തനെ അറിയാൻ വേണ്ടിയിട്ട് വിധി വരുന്ന സമയത്താണ് തത് വിജ്ഞാനാർത്ഥം ഗുരുമേവ അഭിഗച്ഛ ശ്രോത്രം ബ്രഹ്മനിഷ്ഠം എന്ന് മറ്റൊരു വിധി വരുന്നത്. ഈ സമയത്ത് എത്തിച്ചേരേണ്ടത് ആരെടുത്താ? പരമ്പരയിലൂടെ അധ്യയനം നടത്തി ബ്രഹ്മാകാര വൃത്തി സിദ്ധിച്ച ആളെടുത്താണ്. നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഇദ്ദേഹത്തിന് ബ്രഹ്മാകാര വൃത്തി സിദ്ധിച്ചിട്ടുണ്ട് എന്ന്? ഒരിക്കലുമില്ല. ആരെ കണ്ടാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇല്ലെന്നോ മനസ്സിലാക്കാൻ പറ്റത്തില്ല, ഉണ്ടെന്നോ മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇല്ലാത്തവരുടെ സംസാരത്തിൽ നമ്മൾക്ക് പെട്ടെന്ന് പിടികിട്ടും കയ്യിൽ സംഭവം ഇല്ലാതെ സംസാരിക്കുക എന്നുള്ളത്. ശാസ്ത്രപാണ്ഡിത്യമുള്ളവർക്ക് മാത്രമേ ആ വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ
കേൾക്കുന്നവന് സംശയം വരത്തുള്ളൂ ഇവിടെ ജ്ഞാനം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ശരിക്കേ ആ വ്യക്തി പറയാണ് ഞാൻ ഉണ്ടായിട്ടില്ല, പക്ഷെ നിനക്ക് മറ്റൊരു മാർഗവും ഇല്ല, ഇതേ ഉള്ളൂ എങ്കിൽ പിന്നെ അതിനെ അനുവർത്തിക്കുക എന്നല്ലാതെ നമുക്ക് മറ്റൊരു മാർഗവും പിടികിട്ട്. ഇപ്പോൾ എന്തിനാണ് ശാസ്ത്രം അധ്യയനം നടത്തുന്നത് എന്നുള്ളത്. സ്വാമി, ബാധിതാനുവൃത്തി ലേശാജ്ഞാനം അപ്പോ എന്താണ്? അതൊന്നും പറഞ്ഞു തരത്തില്ല. ഇനി എന്തുകൊണ്ടാ പറഞ്ഞു തരാത്തത്? സ്ഥിരമായിട്ട് നിങ്ങൾ ടോപ്പ് ഓർഡർ സാധനം കേൾക്കാൻ മാത്രം നിൽക്കും, ബാക്കി ഒന്നും നിങ്ങളുടെ തലയിൽ കയറത്തില്ല. വെറും ചോദ്യം ടോപ്പ് ഓർഡറിൽ. എന്നാൽ നിങ്ങൾ ബേസിക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടേ ഇല്ല. ഞാനിത് ടോപ്പ് ഓർഡർ പറയുന്നത് എന്തിനാ? ഒരു രുചി വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവരുന്നതാണ്. പണ്ട് അവിടെ ഒരു നിഗ്രാഞ്ചി ഉണ്ടായിരുന്നു. ഞാൻ പുതിയ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് സാക്ഷിയും അതായത് പ്രമാണ സൈഡ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഇവന്മാരിതൊക്കെ ആയിട്ട് ത്രില്ലടിച്ച് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഇത് സംസാരിക്കും. അവരെന്നോട് പറയും വല്ല ആവശ്യവും ഉണ്ടോ? അതെന്തിനാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഒരു രസം കൊടുക്കാൻ വേണ്ടി മാത്രം. അതിന്റെ കൂടെ നിന്നേക്കരുത്. നിങ്ങൾ ഫണ്ടമെന്റൽ തിയറി തയ്യാറായിട്ട് അതിനോട് കൂടെ മാത്രം ഇത് കേൾക്കുക. ഇത് മാത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ പാടാ. അതുകൊണ്ട് അത് സാന്ദർഭികമായിട്ട് പറഞ്ഞു വരും. അന്നപ്പം മാത്രം കേട്ട് സ്റ്റെപ്പ് വെക്കുക. നിത്യശുദ്ധ മുക്തമാണ് തന്റെ സ്വരൂപം നിറഞ്ഞ ജ്ഞാനിക്ക് പോലും ലേശ അജ്ഞാനം. ഇത് ഞാനിതിങ്ങനെ കൊണ്ടുവരാൻ കാരണം നമ്മുടെ അതായത് ഗുരുസ്ഥാനം എന്ന് പറഞ്ഞാലേ പഠിപ്പിച്ച ആൾക്കാർ മാത്രമല്ല, പലരും നമ്മുടെ ഗുരുസ്ഥാനത്ത് വന്നിരിക്കും. ഇത് ചില ആശ്രമങ്ങളിൽ നിന്ന് പല്ലവി വായ്ത്താരി, ഇപ്പം കളരിപ്പയറ്റിനെ വായ്ത്താരിക്ക് അനുസരിച്ച് ചാടി വെട്ടൂലേ. ഇവർക്ക് വായ്ത്താരി അറിയത്തില്ല, ചാടി വെട്ടാൻ അറിയത്തില്ല, ചാടി വെട്ടാൻ താഴെ പോകും. ഇങ്ങനത്തെ ടീമുണ്ട്. ഇവർ പറയുന്ന കുറെ സിദ്ധാന്തങ്ങളുണ്ട്. അതായത് ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സെറ്റപ്പ് ചെയ്യാൻ പറ്റും, അവിടെ കിടക്കുക. കിടന്നു കഴിഞ്ഞാലുള്ള ഉറക്ക് സ്വാഭാവികമല്ലേ? അതേപോലെ ജ്ഞാനം എങ്ങനെയാണ്? സ്വാഭാവികമാണ്. എന്നിട്ട് നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടായോ സ്വാഭാവികമായിട്ട് ഉറങ്ങിയപ്പോൾ? ഇല്ല. ഗുരുവനുണ്ടായോ? ഇല്ല. പിന്നെ എന്തിനാണ് ഈ വാഴ്ത്താരി? അല്ല, ഇത് ഞങ്ങളുടെ പരമ്പരയിൽ. അതാണ് നിങ്ങളുടെ പരമ്പരയിൽ ചാപ്പി അടിച്ചു വിടുന്നതാണ് ഇങ്ങനത്തെ സാധനങ്ങൾ. ഈ പറയുന്ന ആൾക്കാർക്ക് വേറൊരു സാധനം കൂടിയുണ്ട്. ഏത്? അജ്ഞാനം നഷ്ടപ്പെട്ടാൽ എവിടുന്നാണ് അജ്ഞാനം? ഞാൻ ലേശം പോലും ഇരിക്കത്തില്ല. കയറിലെ ഭ്രമം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, കയറിൽ സർപ്പഭ്രമം നഷ്ടപ്പെട്ടാൽ സർപ്പത്തിന്റെ വാല് മാത്രമായിട്ട് കയറിൽ ഇരിക്കുമോ? ഇല്ലല്ലോ. അതേപോലെ ലേശാജ്ഞാനം എവിടെ ഇരിക്കും? ഇതൊക്കെ ചോദ്യം കേട്ടായിരിക്കും എന്ത് സംഭവമാണ്. ഈ ചോദിക്കുന്നവന് എത്ര അധ്യാസം ഉണ്ടെന്നോ, ഈ വലിയ വർത്താനം പറയുന്ന ആൾക്കാർക്ക് എത്ര അധ്യാസം ഉണ്ടെന്നോ അതിനൊന്ന് വകതിരിച്ച് പറയാൻ പോലും അറിയത്തില്ല. ഒന്നും അറിയത്തില്ല. അധ്യാസം എത്ര ഉണ്ടെന്ന് പോലും അറിയാത്തവന്മാരാണ് ഈ അടിയിടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ കുറെ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വാഭാവിക അധ്യാസ സ്ഥലം കാണിക്കേണ്ട സ്ഥലത്ത് നിരുപാധിക അധ്യാസത്തെ കാണിച്ചിട്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ. ഇത് സ്വാഭാവികൻ ഏതാ നിരുപാധികൻ ഏതാന്ന് തിരിച്ചറിയില്ലാത്തവന്മാരാണ് ഈ അടിയടിക്കുന്നത്. ഇവരോടാണ് നമ്മൾ പറയുന്നത്, മക്കളെ 3 പ്രകാരത്തിൽ ഈ ജ്ഞാനിയുടെ അനുഭവസ്ഥിതിയെ കൊണ്ടുപോകാം. ഒന്ന് ലേശ അജ്ഞാനം മാനിച്ചിട്ട്. അതെന്തിനാ? അതായത് ഇവിടെ ജ്ഞാനാനന്തര വ്യവഹാരം നടക്കണമെങ്കിൽ പ്രാരബ്ധ ആവശ്യമാണ്. പ്രാരബ്ധാടിസ്ഥാനത്തിൽ മാത്രമേ ജീവൻ ഇവിടെ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. ജ്ഞാനിയായ ശേഷം ഞാനങ്ങ് മരിച്ചേക്കാന്ന് വിചാരിച്ചാൽ മരിക്കാൻ പറ്റൂല. പിന്നെ എത്രമാത്രം ശ്വാസം ഇവിടെ നിലനിർത്തണം അത്രയും മാത്രം കാലം നിന്നിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അതെന്തുകൊണ്ടാ? അത് പ്രാരബ്ധം അങ്ങനെ ആയതുകൊണ്ടാ. പ്രാരബ്ധത്തെ നമ്മൾക്ക് ജ്ഞാനം കൊണ്ട് കണ്ടിക്കാൻ പറ്റത്തില്ല. എന്ത് രോഗമാണോ വരേണ്ടത്, എങ്ങനെയാണോ മരിക്കേണ്ടത്, എന്തൊക്കെ ആക്ഷേപമാണോ ജ്ഞാനിക്ക് കേൾക്കേണ്ടത്, എല്ലാം കേട്ടേ തിരിച്ചു പോകത്തുള്ളൂ, കൊണ്ടേ പോകത്തുള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ജ്ഞാനി കിടന്നിട്ട് അപ്പൊ ജ്ഞാനി അല്ലാത്ത ആൾ ഒന്നും ചെയ്യേണ്ട, ഇതൊക്കെ സ്വത്ത് പ്രാരാബ്ധ കർമ്മമായിട്ട് ഇതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്ന പറയുന്നത്. ഞാൻ ജ്ഞാനിയുടെ കാര്യം മാത്രം ഇപ്പൊ സംസാരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് അല്ല, ജ്ഞാനിയുടെ കാര്യം തന്നെ. ജ്ഞാനിക്ക് ഇപ്പൊ നമുക്കിപ്പോ പ്രാരാബ്ധം ഇല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്. പ്രാരബ്ധം ഇല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടാവില്ല, അതിലാർക്കും സംശയം. അപ്പൊ അങ്ങനെ ഇപ്പൊ പ്രാരാബ്ധം ഇല്ലാത്ത ഉള്ള ആൾക്കാർ മാത്രമേ ജ്ഞാനം ഉണ്ടാവുള്ളൂ. ചില വളരെ കുറച്ച് ആൾക്കാർക്കല്ലേ കിട്ടുന്നുള്ളൂ പ്രാണം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർക്കിപ്പം എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നാ പറയുന്നത്. എന്ത് ചെയ്യാൻ? പ്രാരബ്ധത്തിലുള്ളവന് ഒന്നും ചെയ്യണ്ട, അവന് ജ്ഞാനുണ്ടോ? അല്ല, അതെ, ഉള്ളവന് ഒന്നും ചെയ്യേണ്ട, ജ്ഞാനം ഉണ്ടാവും. ഇല്ലാത്തവന് എന്ത് ചെയ്തിട്ടും ഉണ്ടാവില്ല എന്നർത്ഥം. ജ്ഞാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നിങ്ങൾക്ക് ബൃഹദാരണ്യകത്തില് ഒരു കഥ വരുന്നുണ്ട്.
വാമദേവൻ അമ്മയുടെ വയറ്റിൽ ഇരുന്നിട്ട് ജ്ഞാനിയാവുന്നുണ്ട്. അങ്ങനെ അതെ. പറയും അഹം സൂര്യശ്ച, സൂര്യനും ചന്ദ്രനും എല്ലാം ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു കഴിയും. അത് കൈലാസത്തിന്റെ പുസ്തകത്തിനനുസരിച്ച് നിങ്ങൾ 1:4:10 തോന്നുന്നു. ഓക്കെ. ഇപ്പൊ ഏത് പുസ്തകത്തിനനുസരിച്ച് 1:4:10, അവരുടെ 256 വിജയം മറ്റു വരും ഈ ഒരു മന്ത്രം. അപ്പോ അതിവിടെ ഒരു ചർച്ചയുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? അധ്യയനം നടത്താത്ത ഈ കുഞ്ഞിന് എങ്ങനെ വയറ്റിൽ കിടന്ന് ജ്ഞാനം ഉണ്ടായി? കാരണം വയറ്റിന് പുറത്ത് വന്നാലേ ഉപദേശം പോലും ചെയ്യാൻ പറ്റും. ഇത് ഉപദേശജന്യമല്ലാത്ത ജ്ഞാനം എങ്ങനെ ഉണ്ടായി? അന്നേരം പറയാണ്, പൂർവജന്മത്തിൽ നടന്ന ശ്രവണ മനന നിധ്യാസനങ്ങൾ ഫലമായിട്ട് ഉള്ള ആൾക്കാർക്ക് ആ കഴിഞ്ഞ ജന്മത്തിൽ ജ്ഞാനം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും, അതെന്തുകൊണ്ടാ? പ്രബലമായിരിക്കുന്ന പ്രതിരോധകനായിരിക്കുന്ന പ്രാരബ്ധം നിലനിൽക്കുമ്പോൾ ആ പ്രമാണം പ്രമേയ ജനിപ്പിക്കത്തില്ല. പ്രമാണം അവിടെ നിൽക്കത്തുള്ളൂ. പ്രതിരുദ്ധമായിരിക്കുന്ന പ്രമാണമാണ്. പ്രതിബന്ധകൻ ഇരുന്നിട്ട് കാരണം ഉണ്ടായിട്ടും പ്രതിബന്ധകൻ ഇരുന്നാല് കാര്യം ജനിക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത ജന്മം നേടുക എന്നുള്ള ഒരു മോശം പ്രാരബ്ധം ഇനി ബാക്കി ഉണ്ടായിരുന്നു. അതാണ് അവിടെ പ്രതിബന്ധകനായിട്ടിരുന്നത്. അപ്പൊ അടുത്ത ജന്മം കുട്ടി വയറ്റിൽ നേടിയതോടുകൂടി ആ പ്രാരബ്ധം, അതായത് മോശം പ്രാരബ്ധം മാറി കിട്ടി. അതോടുകൂടി എന്ത് പറ്റി? കഴിഞ്ഞ ജന്മത്തിലെ അധ്യയനവും എല്ലാം ഫലവത്തായി മാറി. അതുകൊണ്ടാ പറയുന്നത്, മക്കളെ പാടി പറയുന്നത് പഠിച്ചോ പഠിച്ചോ പഠിച്ചോ. മനസ്സിലായപ്പോ? അല്ല, പഠിച്ചോ ശരി. അപ്പൊ ഈ പ്രാരാബ്ധം ഇനി ഉണ്ടാവുക അടുത്ത ജന്മത്തിലല്ലേ? ഈ ജന്മത്തിലെ പ്രാരാബ്ധം അടുത്ത ജന്മത്തിൽ ഉണ്ടാവണമെങ്കിൽ ഈ ജന്മത്തിൽ പ്രാരാബ്ധം ഇല്ലാണ്ട് എങ്ങനെയാ ജ്ഞാനം ഉണ്ടാവുന്നത്? പ്രാരാബ്ധം ഇല്ലാത്തവന് ജ്ഞാനം ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു. ഫിനിഷ് ചെയ്യാനൊക്കെ സമ്മതിക്കുക. വലിയ പല പുസ്തകങ്ങളിലൂടെ കയറി ഇറങ്ങിയിട്ടൊക്കെയാണ്. ഇപ്പം തന്നെ പ്രാരബ്ധം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ, അതായത് ഗൃഹസ്ഥന്മാരോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് സന്യാസിമാർ. ഏത്? ഞാൻ ജ്ഞാനിയാണെന്ന് കാണിക്കാൻ വ്യംഗ്യമായിരിക്കുന്ന ഭാഷാശൈലി ഉപയോഗിച്ചിട്ട് ഇവർ സമർത്ഥിക്കും. അപ്പം ഗൃഹസ്ഥൻ വിചാരിക്കും, ഓ സ്വാമികൾ ജ്ഞാനിയാണ്. അതായത് പ്രാരബ്ധത്തിന്റെ കാര്യത്തിൽ നോക്കും നേരം പ്രാരബ്ധ ചർച്ചയില് വലിയൊരു വിഭാഗം പഠിപ്പിക്കുന്ന ആൾക്കാരും പ്രഹേളികൾ കിടക്കുകയാണ്, വലിയ ബുദ്ധിമുട്ട് കിടക്കുന്നതാണ്. എങ്ങനെ? ജ്ഞാനം എന്നുള്ളത് പ്രാരബ്ധത്തെ ആശ്രയിച്ചിട്ടല്ല വരുന്നത് എന്ന് നല്ല സമർത്ഥനം നടത്തും. ഇതൊക്കെ ഞാൻ ഇതിന്റെ മുന്നേ സംസാരിച്ചതാണ്. നമ്മുടെ ക്ലാസ് 9 കഴിഞ്ഞിട്ടുള്ളൂ എങ്കിലും ഈ ഒരു കാര്യമൊക്കെ ഞാൻ ചെറുങ്ങനെ സംസാരിച്ചതാണ്. ഭോഗപ്രാരബ്ധവും ജ്ഞാനപ്രാരബ്ധവും തമ്മിൽ വിരോധം ഇല്ല എന്നുള്ളത് കൊണ്ട് ജ്ഞാനവും ഇതേപോലെ തന്നെ സംഭവിക്കും. ഇവിടെ 3 ഘട്ടമാണ് വരിക. ഒന്ന്, ഈ ജ്ഞാനിയുടെ വ്യവഹാരത്തെ മാനിക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രാരബ്ധ ആവശ്യമാണ്. ഒന്ന്. രണ്ടാമത്തത് പ്രാരാബ്ധമല്ല കേട്ടോ, രാഖി ദീർഘമല്ല, പ്രാരബ്ധം നിൽക്കും. അപ്പൊ പ്രാരബ്ധം കാര്യമായതുകൊണ്ട് അതിന് ഉപാദാന കാരണമായിരിക്കുന്ന അവിദ്യ മാനിക്കേണ്ടി വരും. മാനിക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾ ലേശാവിദ്യ മാനിക്കുന്നത്. കാരണം മൂലാവിദ്യ നഷ്ടപ്പെട്ടു പോയി. പിന്നെ മൂലാവിദ്യയുടെ വകഭേദമായിരിക്കുന്ന ലേശാവിദ്യ നിലനിൽക്കും. ഈ ലേശാവിദ്യ വെച്ചിട്ടാണ് ജ്ഞാനിയുടെ എല്ലാ വ്യവഹാരവും നടക്കുന്നത്. ഇത് രണ്ടാമത്തെ പ്രക്രിയ. ഇനി ലേശാവിദ്യയും പ്രാരബ്ധവും ഇല്ലെങ്കിൽ പോലും, അതായത് പ്രാരബ്ധത്തോടെ നിൽക്കട്ടെ, ലേശാവിദ്യ ഇല്ലെങ്കിൽ പോലും പ്രാരബ്ധത്തിന് നിലനിൽക്കാൻ പറ്റും. അതെങ്ങനെ? അതാണ് നമ്മൾ ദൃഷ്ടാന്തം പറഞ്ഞത്. തന്തുനാശ ജന്യ തുണിനാശ സ്ഥലത്ത്, അതായത് നൂല് നഷ്ടപ്പെട്ടിട്ട് തുണി നഷ്ടപ്പെടുന്ന സമയത്ത് ഒരു ക്ഷണം നൂലില്ലാതെ തന്നെ തുണിക്ക് നിലനിൽക്കാമെങ്കിൽ, അതായത് ഇപ്പൊ ഉണ്ടായ തുണിക്ക് ഒരു ക്ഷണത്തില് നൂലില്ലാതെ നിലനിൽക്കാമെങ്കിൽ അനാദികാലത്തെ പ്രവർത്തിച്ചു പോന്നിരിക്കുന്ന ജഗത്തില്, അതായത് ഉപാദാനമായിരിക്കുന്ന അവിദ്യ നഷ്ടപ്പെട്ടാലും പ്രാരബ്ധം നിലനിർത്താൻ പറ്റും. പ്രാരബ്ധോടെ ഉപാദാനത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ പ്രാരബ്ധം നിൽക്കാൻ പറ്റും. ഇത് ഒരു 3-ാം ഘട്ടം. 4-ാമത്തത് പ്രാരബ്ധമില്ല, അവിദ്യാലേശമില്ല, ഒന്നുമില്ല. പിന്നെ കണ്ടവന്റെ തകരാറ് മാത്രമാണ്. കാരണം ഞാൻ ഈ സ്വന്തം അനുഭവത്തിൽ മനസ്സിലാക്കുന്നത് എന്നിൽ ഒരിക്കലും അവിദ്യ ഇല്ലായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, എവിടെയാണ് അവിദ്യ, ആർക്കാണ് അവിദ്യ? അപ്പോൾ എപ്രകാരം സൂര്യനിൽ അന്ധകാരമില്ലയോ, ഇതേപോലെ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ബ്രഹ്മത്തിന് അവിദ്യാ സംബന്ധവും ഇല്ല. എന്നിരിക്കെ പിന്നെ ജഗത്തോടുന്ന വന്നു. ജ്ഞാനിക്ക് ഇതിന് ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ചോദ്യം ആരുടേതാ? ജ്ഞാനിയുടെ ചോദ്യമല്ല. അജ്ഞാനിയുടെ ചോദ്യമാണെങ്കിൽ അജ്ഞാനി അതിന് ഉത്തരം കണ്ടെത്തിക്കൊള്ളുക. അതെന്തായിരിക്കും ഉത്തരം? അവന്റെ അവിദ്യയിൽ നിന്ന് കൽപ്പിച്ചത് മാത്രമാണ് ജ്ഞാനിയുടെ സംസാരം. കാരണം അവൻ സംസാരിയാണ് എന്നുള്ളത് കൊണ്ട് അവൻ കണ്ട ജ്ഞാനിയിൽ അവൻ സംസാരം കൽപ്പിച്ചു എന്നല്ലാതെ ഞാൻ സ്വന്തം സ്വരൂപം ബ്രഹ്മമെന്ന് നിശ്ചയിച്ചിരിക്കുന്ന ജ്ഞാനിക്ക് തന്നിൽ അവിദ്യ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിദ്യാജന്യമായിരിക്കുന്ന ഒരു സംസാരവും ജ്ഞാനിയെ സംബന്ധിച്ചില്ല. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം
पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शांति शांति शांति। शंकरं शंकराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। ओम शांति शांति।